70ാമത് ഫിലിം അവാർഡ്സ് വരാൻ പോവുകയാണ്. മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും തമ്മിലാണ് മികച്ച നടനുള്ള പുരസ്കാരത്തിന് വേണ്ടി മത്സരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ ദിവസം തന്നെയാണെന്ന്. കാരണം ഇന്ന് തന്നെയാണ് സംസ്ഥാന അവാർഡ് വരുന്നത്. അപ്പോൾ സംസ്ഥാന ഫിലിം അവാർഡും നാഷണൽ ഫിലിം അവാർഡും ഒരുപോലെ പ്രഖ്യാപിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി നാഷണൽ ലെവലിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നേരിട്ട് ഋഷഭ് ഷെട്ടിയുമായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് നൻപകൽ നേരത്ത് മയക്കവും അതുപോലെ റൊഷാക്കും, ഈ രണ്ട് സിനിമയാണ് ഋഷഭ് ഷെട്ടിയുടെ വളരെ ഹിറ്റായിട്ടുള്ള കാന്താരിയായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ ഋഷഭ് ഷെട്ടി ആയിരിക്കും മികച്ച നടൻ എന്നാണ് കേൾക്കുന്നത്. പക്ഷേ മമ്മൂട്ടി വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ടെന്നും മമ്മൂട്ടിക്ക് സാധ്യതയുണ്ടെന്നും പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ മൂന്നാമതൊരാൾ സർപ്രൈസായിട്ട് ചിലപ്പോൾ രംഗപ്രവേശം നടത്തിയേക്കാം നാഷണൽ അവാർഡിൽ. പ്രത്യേകിച്ച് തെലുങ്കിൽ നിന്നൊരു നടനുള്ള സാധ്യത ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ഒരു ഹിന്ദി നടന പേര് കൂടി ഇതിൽ പറയുന്നുണ്ട്. നാഷണൽ മീഡിയാസ് മമ്മൂട്ടിക്കും ഋഷഭ് ഷെട്ടിക്കും മാത്രമല്ല മറ്റുള്ളവർ കൂടി ചെറിയ രീതിയിൽ അവരുടെ പേരുകൾ കൂടി പറയുന്നുണ്ട്. കേരളത്തിലാവട്ടെ ശക്തമായ മത്സരമാണ് മമ്മൂട്ടിക്ക് നേരിടേണ്ടി വരുന്നത്. അത് പൃഥ്വിരാജുമായിട്ടാണ്. പൃഥ്വിരാജും മമ്മൂട്ടിയും തമ്മിലാണ് കേരളത്തിൽ മത്സരം. പൃഥ്വിരാജ് ആടുജീവിതം ഒരു വലിയ എഫേർട്ട് ഇട്ടെടുത്ത സിനിമ. ആ രീതിയിൽ പൃഥ്വിരാജിന് തന്നെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസുമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. എന്നാൽ മമ്മൂട്ടി ആവട്ടെ ഒരു വ്യത്യസ്തമായ കഥാപാത്രം, അതായത് ഒരു കാതലിലെ വളരെ ഹോമോസെക്ഷലായിട്ടുള്ള കഥാപാത്രം ചെയ്ത് പ്രത്യേകിച്ച് നിരൂപക പ്രശംസയൊക്കെ നേടിയ ഒരു ചിത്രമാണ്. വളരെ സിമ്പിളായിട്ട് മമ്മൂട്ടി ഒരിക്കലും ഇതുവരെ കൈകാര്യം ചെയ്യാത്തൊരു റോള് മമ്മൂട്ടി വളരെ വലിയ ബൃഹത്തായ ഒരു റോള് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്ത് അതിൻ്റെ എഫേർട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്നു. പക്ഷേ എഫേർട്ടിലും അല്ലെങ്കിൽ ബാക്കിയുള്ള അതിൻ്റെ രൂപത്തിലോ ക്യാരക്ടറിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിലോ അല്ല, അഭിനയത്തിലാണല്ലോ നടനുള്ള അവാർഡ് കൊടുക്കുന്നത്. പക്ഷേ ആ രീതിയിൽ നോക്കിയാൽ രണ്ടും ഒരുപോലെ മത്സരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കാണുമ്പോൾ ഒരുപാട് മുമ്പിലാണ് പൃഥ്വിരാജെന്ന് തോന്നുമെങ്കിലും അഭിനയത്തിൻ്റെ കേസിൽ വരുമ്പോൾ രണ്ടും ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുക. അതിൽ പൃഥ്വിരാജിൻ്റെ അഭിനയത്തിന് ഒരുപാട് മറ്റ് അതിൻ്റെ മേക്കപ്പും ആ കാര്യത്തിലുള്ള വ്യത്യാസമൊക്കെ വലിയ രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അഭിനയത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടർ. മമ്മൂട്ടി വളരെ സിമ്പിളായിട്ടാണ് ഒരു ടീഷർട്ടും ഒരു മുണ്ടുമാണ് അതിലുള്ളതാകെ. പക്ഷേ അതിൽ വലിയ മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് രണ്ടും മനസ്സിലാക്കേണ്ടതാണ്. മമ്മൂട്ടിയാണോ പൃഥ്വിരാജാണോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നത്. ഏതായാലും മലയാളത്തിൽ രണ്ടുപേരും തമ്മിൽ മാത്രമേ മത്സരം നടക്കുന്നുള്ളൂ എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. പൃഥ്വിരാജ് ഒരു പട്ടിക്ക് ഒരു വെള്ളപ്പാട് മുമ്പിലാണെന്ന് വേണമെങ്കിൽ പറയാം. സാധ്യത 100% പൃഥ്വിരാജിന് തന്നെയാണ്. പക്ഷേ മമ്മൂട്ടിയും മത്സരത്തിന് തൊട്ടുപിറകിലുണ്ട്. ചിലപ്പോൾ മമ്മൂട്ടിക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ കിട്ടിയേക്കാം. മികച്ച ചിത്രവും അതുപോലെ തന്നെ കാതലും പൃഥ്വിരാജിൻ്റെ ആടുജീവിതവും തമ്മിൽ തന്നെയാണ്. ജിയോ ബേബിയും ബ്ലെസ്സിയും തമ്മിൽ തന്നെയാണ് മികച്ച സംവിധായകർക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡിൻ്റെ ഫൈനൽ റൗണ്ടിൽ മമ്മൂക്കയും പൃഥ്വിരാജുമാണ് എന്നാണ് കേൾക്കുന്നത്. പണ്ട് മമ്മൂട്ടിയും പൃഥ്വിരാജും മത്സരിച്ചിരുന്നു. ആ സമയത്ത് പൃഥ്വിരാജാണ് ജയിച്ചത്. പക്ഷെ അന്ന് എല്ലാവരും അതിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. പൃഥ്വിരാജിന് അതിന് അത്രത്തോളം അർഹതയില്ല എന്നുള്ളത്. പക്ഷേ ആ സിനിമ ഓവറോൾ പൃഥ്വിരാജ് നന്നായിട്ട് കൺസീവ് ചെയ്തൊരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ ഒരു പുതുമുഖം എന്ന നിലയ്ക്ക് പൃഥ്വിരാജിനെ കിട്ടിയതിൽ കുറേ പേര് അനുകൂലിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ മമ്മൂട്ടിയുടെ ശക്തമായ 3 കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കുകയാണ് പൃഥ്വിരാജിന് അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ രണ്ടാമത് പൃഥ്വിരാജ് മമ്മൂട്ടിയും മത്സരിക്കുകയാണ്. ഈ രീതിയിൽ നോക്കിയാൽ രണ്ടുപേരും കട്ടയ്ക്കാണെന്ന് തന്നെ പറയാം. ഒരു പൊടിക്ക് മുമ്പിൽ പൃഥ്വിരാജാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പൃഥ്വിരാജിൻ്റെ ആ ഒരു എഫേർട്ട്, കുറേ കാലത്തുള്ള എഫേർട്ടും അദ്ദേഹത്തിൻ്റെ ഫിസിക്കലായിട്ട് അദ്ദേഹത്തിനുണ്ടായ ചേഞ്ചസൊക്കെ ജൂറി പരിഗണിച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി പിന്തള്ളപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്.